ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനേ പുറത്ത് പോയിട്ട് വന്നതാണിപ്പോൾ. പറണ്ടോട് വരെ പോയി കുഞ്ഞു അവയ്ക്ക് പൊടി വാങ്ങാൻ വേണ്ടി. അപ്പം എടുക്കാത്തതെന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോയിട്ട് വന്നു. കുഞ്ഞു ഉറങ്ങണ സമയത്തിന് നല്ല വെയിൽ കേട്ടാ. വെയിലത്ത് അവനെ കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെ ഞാൻ സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് വന്നു. പൊടി ഡെക്സോലാക്കിൻ്റെ പൊടിയാണ് അവന് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുക്കണത്. പിന്നെ ഇനി 2-3 മാസം കൂടി കഴിഞ്ഞിട്ട് പശുവും പാലിലോട്ട് പോകണം. കാരണം പൊടി നിർത്തണമെന്നാണ് തീരുമാനിക്കുന്നത്. അവനൊരു 1 വയസ്സ് മുതൽ ഞങ്ങൾ ഇച്ചിരി പൊടി കൊടുത്ത് തുടങ്ങിയ കാരണമെന്ന് പറഞ്ഞാൽ മോൾക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇപ്പം ഇന്നലെ പൊടി തീർന്നു. ഇന്ന് രാവിലത്തേക്കും ഇച്ചിരിയേ ഉള്ളുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഈ മാസം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പശുവും പാല് കൊടുത്ത് തുടങ്ങിയാണ്. പിന്നെ നല്ല പൊടിയാട്ടാ, വേറെ ഒരു കുഴപ്പം ഇന്ന് വരെ ഒരു കഫക്കെട്ടോ ഒന്നും എൻ്റെ കുഞ്ഞിന് വന്നിട്ടില്ല. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ 2 വയസ്സാവാൻ പോകണം. ഇപ്പോഴും ഡെക്സോലാക്കിൻ്റെ പൊടിയാണ് കൊടുക്കുന്നത്. ഞങ്ങൾ അപ്പോളോയിൽ ആരനാട് അപ്പോളോ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്, അവിടെ പോയി നമ്മൾ വാങ്ങിയിട്ട് നല്ല സബ്സിഡിയൊക്കെ ഉണ്ട് അവിടെ അപ്പോളോയിൽ. ഞാൻ ഒരു ദിവസം പോകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കടയൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പോയിട്ട് ഇപ്പം തിരിച്ച് വന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ ചെടിത്തോട്ടം കണ്ടോ, ഇതാണ് എൻ്റെ ചെടികൾ കണ്ടോ. പിന്നെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ചെടിയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇപ്പം മോൻ്റെ കല്യാണമൊക്കെ ആയപ്പം കണ്ടില്ലേ, ഇവിടെ സിമ്മൻ്റെയൊക്കെ മൊത്തം ഇട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ മുറ്റമൊക്കെ അതായത് ഈ വീട് വെച്ചിട്ട് ഒരു 27 വർഷമായി. അപ്പം അന്നൊക്കെ പണി ചെയ്തതാണ്. പിന്നെ ഇപ്പോഴൊക്കെയാണ് ഞങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു എല്ലാമൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ചെടി നടനോടൊക്കെ അങ്ങ് സിമ്മൻ്റ് അങ്ങ് ഇട്ടു അവർ. അപ്പോൾ എല്ലാം ചെടിച്ചട്ടിയിലൊക്കെ വാങ്ങിച്ച് വെച്ച് എല്ലാം റെഡിയാക്കി വരണതേ ഉള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ എനിക്കൊരു കടയുണ്ട്, തുണിക്കട തുണിക്കടയുണ്ട്, ശ്രീ ഗണേശ. ഇപ്പം കുറച്ച് തുണികളേ ഉള്ളൂ. കാരണം 1 വർഷത്തോളമായി ഞാൻ മോൻ്റെ കല്യാണമൊക്കെ ആയതും പിന്നെ എനിക്ക് ചെറിയൊരു സർജറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ സർജറിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് തുണികളുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ട് മുമ്പൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കടയുടെ പേര് കണ്ടോ, നല്ല വെയിൽ കേട്ടോ. എൻ്റെ ഗണപതിയുടെ പടം വെച്ചുള്ള കടയാണ് കണ്ടോ, ശ്രീ ഗണേശ. ഞാൻ ശ്രീ ഗണേശ സ്റ്റിച്ചിങ് സെൻറ്റർ അത് മുതലാണ് തുടങ്ങിയത്. ശ്രീ ഗണേശ സ്റ്റിച്ചിങ് സെൻറ്റർ തയ്യലാണ്. എനിക്ക് നല്ല തയ്യലുണ്ടായിരുന്നു മുമ്പ്. അപ്പോഴെനിക്ക് കയ്യിൽ മുമ്പൊരു ഒടിവ് പറ്റിയായിരുന്നു. അപ്പം പിന്നെ എനിക്ക് 4 വർഷം കൊണ്ട് ഞാൻ തയ്യലില്ല, എൻ്റെ തുണികൾ മാത്രമേ തയ്ക്കുകയുള്ളൂ. പിന്നെ കണ്ടോ എൻ്റെ കട. ഇനി എനിക്കിത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പൈസയുടെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കട നല്ലതാക്കി എടുക്കണം. ഇപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ട്. പിന്നെ ഫാൻസി ഉണ്ട്, ഗ്യാരൻറ്റി ഉണ്ടോ. എൻ്റെ കടയിൽ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഉണ്ട്. വള, പിന്നെ ഗ്യാരൻറ്റി. ഇത് ഇന്നൊരു ആൾ മോതിരം നമ്മളെ ഗ്യാരൻറ്റിയിൽ മോതിരം കണ്ട നല്ല മോതിരങ്ങളാണ് നല്ല സ്വർണം പോലെ ഇരിക്കും. മോതിരങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നു. പിന്നെ അത് ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് നമ്മൾ ഇച്ചിരി തുണികളൊക്കെ വാങ്ങാൻ വന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഗേറ്റ് അടച്ചിട്ടേക്കും കേട്ടോ. കാരണമെന്ന് പറഞ്ഞാൽ കുഞ്ഞു ആ വെള്ളമുണ്ട്, എനിക്ക് എപ്പോഴും വന്ന് ഇരിക്കാൻ പറ്റത്തില്ല. കണ്ടോ എൻ്റെ കട. ഇനി കട വലുതാക്കി കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇട്ടിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ഇപ്പം എല്ലാവർക്കും ടാറ്റ.
ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റ.